നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത് പോലെ, നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ദുനിയാവിന്റെ ജീവിതം പോലും ഒരു സഞ്ചാരമാണെന്ന് ചിന്തകന്മാർ പറഞ്ഞതുപോലെ കമലാസുരയ്ക്ക് ഒരിക്കൽ എതിരുകയുണ്ടായി. ഒഴുകുന്ന ഒരു പുഴ പോലെ ശാന്തമായി എന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ സഞ്ചാരമാണ്. അങ്ങനെ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാത്ത ഒന്ന് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ആരാധനകളാണ്. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ എല്ലാ ഇബാദത്തുകളും ആരാധനകളും ഒരു ദിവസം 2 പ്രാവശ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ദുനിയാവിൽ കെട്ടിക്കിടക്കുന്നില്ല. അതെല്ലാം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഉയർന്നു വെക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്ത പ്രയാണമാണ്, യാത്രയാണ്. ആകാശങ്ങളിലൂടെയുള്ള ആരാധനകളുടെ യാത്രയെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇബാദത്തുകളും ആരാധനകളും ഓരോ ദിവസവും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഒരു സുബ്ഹാനല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ 7 സ്ഥലത്ത് അതിനെ പരിശോധന നടത്തുന്നത്. നമ്മുടെ ആരാധനകളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ഉന്നതമായ സൗദത്തിലേക്ക്, സുന്ദരമായ സ്വർഗ്ഗം കരകരമാകാൻ. നാളെ പരലോകത്ത് നന്മ തിന്മ എഴുതിയ കിതാബ് നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ ആ കിതാബിനകത്ത് നന്മയുടെ ആധിക്യം ഉണ്ടാകണം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മയുടെ ത്രാസിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആരാധനകളെ പരിശോധന നടത്തുമ്പോൾ നന്മയുടെ ത്രാസിൽ ഭാരം കൂടുതലായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നാം നിസ്കരിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, ആരാധന അർപ്പിക്കുന്നത്. സിറാത്ത് പാലത്തിലൂടെ അതിവേഗം കടന്നു പോകണം. അങ്ങനെ ഒരുപാട് പരലോകവുമായി ബന്ധപ്പെട്ട അടങ്ങാത്ത ആഗ്രഹവും ആവേശവും ആശയുമായി കഴിയുന്ന സാധുക്കളാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ആരാധനകളൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിച്ചില്ലെങ്കിലോ? അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കൂല. അതെങ്ങനെ പറ്റും സാറേ? ഞാൻ ഭയങ്കര തിരക്കിനിടയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കണം, അള്ളാഹ് സ്വീകരിക്കാൻ വയ്യ, പിന്നെ ആഴവി പകർത്ത് പടച്ചുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തന്റെ ശരീരത്തിലേക്ക് വലത്തിലേക്ക് വിസരിച്ചമാര കടാരയുടെ കുത്തേറ്റുകൊണ്ട് സുബഹി നിസ്കാരത്തിന്റെ ഇമാമത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോധരഹിതനായി വിലംബരിച്ച് വിലസുകളുടെ ചരിത്രം നമുക്കറിയാം. മുൻഗാമികളായ ഒരുപാട് മഹാനുഭാവന്മാർ സുബഹി നമസ്കാരത്തിന് പോകുന്ന വഴിയും സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെയാണ് മരണപ്പെട്ടുകൊണ്ടിരുന്നത്. പലരും ഷഹീദായിരുന്നു. ചില ചെറുപ്പക്കാർ പറയും, അതുകൊണ്ടാണ് സാറേ സുബഹി ഒഴിച്ച് ബാക്കി എല്ലാ വകുപ്പിനും നമ്മൾ പള്ളിയിൽ പോകും. സുബഹിക്ക് എങ്ങനെ പോകണത്? ഇപ്പൊ നിർത്തിയിരിക്കും. അലി റളിയല്ലാഹു തആല സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോഴാണ് കുത്തേറ്റുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് റമളാൻ ശരീഫിന്റെ 17-ാം രാവിൽ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ കടാരയുടെ കുത്തേറ്റുകൊണ്ട് മറിഞ്ഞു വീണ് ബോധം നഷ്ടപ്പെട്ടു. പുറകിൽ നിസ്കരിച്ചുകൊണ്ടിരുന്നവർക്ക് മറ്റൊരു ഇമാമത്ത് വന്ന് നിസ്കാരം പൂർത്തിയായി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക്, കണ്ണുകളിലേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വിളിച്ചുണർത്തുമ്പോൾ ആദ്യമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സുബഹി നമസ്കാരത്തെ നിങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിച്ചത് എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല, ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഇമാമത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന സുബഹി നിസ്കാരത്തെ എങ്ങനെ നിങ്ങൾ പൂർത്തീകരിച്ചു എന്ന വേദനയോടുകൂടിയുള്ള ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം. എന്താണ് ഈ ചോദ്യം നമ്മെ പഠിപ്പിക്കുന്നത്? ആ സമയത്ത് പോലും നിസ്കാരത്തിന്റെ ശ്രദ്ധയാണ്. നമ്മൾ അച്ചാക്കുന്ന് വരുമ്പോ പ്രമാണം തപ്പി നോക്കി, അതുണ്ടോ അല്ലേ? മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള മാനസികമായ ചിന്ത എന്നെയും നിങ്ങളെയും തകർച്ചു കളയും. പെട്ടെന്നൊരു രോഗം വരുമ്പോ പെട്ടെന്ന് തന്നെ മക്കളെയൊക്കെ വിളിച്ച് തലോടി കാര്യം പറഞ്ഞുകൊണ്ട് വാപ്പ എത്ര നാളുണ്ടെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് മക്കളെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി ഭൗതികമായ ലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് പറഞ്ഞുവിട്ട മനുഷ്യരെ, അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് എന്ത് ധൈര്യത്തിലാണ് കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നത്? പച്ചമണ്ണാകുന്ന 6 മണ്ണിന്റെ അകത്തളത്തിലേക്ക് കൂട്ടയിൽ മുസ്ലിം ജമാഅത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് കബറടക്കുമ്പോ എന്തുണ്ടെന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത്?
60 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 50 വയസ്സ് വരെ ഭൗതികമായ ലോകത്ത് ഒരുപാട് സുഖമനുഭവിച്ചുകൊണ്ട് സുവിശമാന ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആർഭാടത്തോടെ ജീവിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ജീവിതത്തിന് പകരം എന്ത് പടച്ചതമ്പുരാന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി കൊടുക്കാനുണ്ട് എന്ന് അല്ലാഹു നമ്മളോട് ചോദിച്ചാൽ ധൃതിപ്പോട്ട് ഇറങ്ങിപ്പോകുന്ന കുറെ നമസ്കാരങ്ങളുണ്ട്, 10 പേർ അറിയപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന കുറെ സ്വതക്കകളുണ്ട്. ഇതിനപ്പുറം ഇഖ്ലാസോടെ കണ്ണുനീരോടെ അള്ളാഹുവിന് സമർപ്പിച്ച 1-2 സെക്കൻഡെങ്കിലും നമ്മുടെ 60-70 വയസ്സിനകത്തിന്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ രാത്രി കഴിയുമ്പോൾ ഞാനും നിങ്ങളും അതിന് പാകപ്പെട്ട മനസ്സോടുകൂടി എഴുന്നേറ്റ് പോകും. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ഇബാദത്തുകളെ, ആരാധനകളെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പടച്ചതമ്പുരാൻ നിശ്ചയിച്ച മാലാഖമാര് കൊണ്ടുപോകുമെന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് മനോഹരമായി പറഞ്ഞു കൊടുക്കുന്ന സുന്ദരമായ ഒരു ഹദീസ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പല വ്യത്യസ്തമായ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം മുആദ് റളിയല്ലാഹു തആല അൻഹു അലമു ഉമ്മത്തി ഫിൽ ഹലാലി വൽ ഹറാമി മുആദ്, എന്റെ സമുദായത്തില് ഹറാമിനെ കുറിച്ച് ഹലാലിനെ കുറിച്ച് ഏറ്റവും അധികം ബോധ്യമുള്ളത്, ഏറ്റവും അധികം വിവരമുള്ളത് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദേ, നിനക്ക് ഞാനൊരു പ്രത്യേകമായ ഇൽമു പഠിപ്പിച്ചു തരാൻ പോവാണ്. ഇത് നീ പഠിക്കുക, പ്രചരിപ്പിക്കുക, പിൽക്കാലത്ത് വരുന്ന ജനങ്ങൾക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായിരിക്കും മുആദേ. അല്ലാഹുവിന്റെ ഹബീബ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. മുആദ് റളിയല്ലാഹു തആല അൻഹു വളരെ കൊതിയോടെ, താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ അവിടുന്ന് പറഞ്ഞാലും. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അന്ന അബ്വാബസ് സമാഇ ദുനിയാ യർദുൽ അഅമാൽ. ആരാധനകളെ പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന്റെ ആരാധനകളെ അള്ളാഹുവിന്റെ സമക്ഷത്തിലെത്തുന്നതിന് മുമ്പ് ദുനിയാവിന്റെ ആകാശമെന്ന് പറയുന്ന 7 കവാടങ്ങളെ അള്ളാഹു അടച്ചിട്ടുണ്ട്. 7 കവാടങ്ങളിലും പരിശോധന നടത്തിയിട്ട് 7 സ്ഥലത്തും വിജയിക്കുന്ന ആരാധനയല്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കൂല. 7 സ്ഥലത്ത് പരിശോധിക്കാനുള്ള പവർ നമ്മുടെ ആരാധനയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നുരുമ്പിപ്പോര ആരാധനകളെ 7 സ്ഥലത്ത് പോയിട്ട് 1-ാമത്തെ കവാടത്തിൽ പോലും പരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള പവർ എന്റെയും നിങ്ങളുടെയും ഇബാദത്തുകൾക്ക്, ആരാധനകൾക്കുണ്ടോ എന്നാലോചിക്കും. നമ്മളെല്ലാവരും അള്ളാഹ് അങ്ങ് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്തു കൊടുക്കും. തല ചൊറിഞ്ഞുകൊണ്ട് യാസീൻ ഓതിയാലും, ഇവർക്ക് നേരെ കാലം നീട്ടിയിട്ട് ദിക്ർ ചെല്ലിയാലും, സുബ്ഹാനല്ലാഹി വബിഹംദി പറയുന്ന മോളെ ആട്ടിനഴിച്ച് കെട്ടി സൂറാന്ന് പറഞ്ഞിട്ട് ചെല്ലിയാലും എല്ലാം അള്ളാഹു ഒന്ന് സ്വീകരിച്ചോളും. പടച്ചോൻ ഇങ്ങനെ ഉപചാരത്തിന് കിട്ടുന്നത് വാങ്ങാൻ വേണ്ടി വഴിയിലിരിക്കുന്ന യാചകനല്ല. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുന്നു. 10 മാസത്തെ ഇബാദത്തുകളല്ലാതെ ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഖബറിൽ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ചെയ്തു വെച്ചിരിക്കുന്ന അഅ്മാലുകൾ എവിടെ പോയിട്ടതിന്റെ പ്രതിഫലം വാങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ന അബ്വാബസ് സമാഇ ദുനിയാ യർജുൽ അഅമാൽ. ആരാധനകളെ, ഇബാദത്തുകളെ, അഅ്മാലുകളെ മുഴുവൻ ഓരോ കവാടത്തിലുള്ള മാലാഖമാര് വലിച്ചെറിയപ്പെടുമ്പോൾ അവരെല്ലാം വലിച്ചെറിയുമ്പോൾ പരിശോധന നടത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് സ്വീകരിച്ച് 7 പരിശോധനകളിൽ അള്ളാഹുവിന്റെ മുന്നിൽ എന്റെയും നിങ്ങളുടെ ഒരു സുബ്ഹാനല്ലാഹ് പോലും എത്തുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുമ്പോ മുആദ് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഈ സാധുവാര മുആദിന്റെ ആരാധനകൾ, ഈ സാധുവാര മുആദിന്റെ ഉറക്കപിടിച്ചലുകൾ, ഈ സാധുവാര മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വതക്കകൾ അള്ളാഹുവിന്റെ നബിയേ പടച്ചതമ്പുരാന്റെ മുമ്പിൽ എത്തിയോ എന്നറിയാ, എത്തുമോ എന്നറിയാ. അവിടെ നിന്ന് പെട്ടെന്നൊന്ന് വിശദീകരിച്ചാലും മുത്തുനബിയെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ പറഞ്ഞു, മുആദേ, 1-ാമത്തെ കവാടത്തിൽ അള്ളാഹു പരിശോധിക്കുന്നു. ഇത് പറയുന്ന ഓരോ തെറ്റും ഓരോ ദിവസമാണത് അള്ളാഹു പരിശോധിക്കുന്നത്.
ഇന്ന് സുബഹി മുതൽ ഇന്ന് മഗ്‌രിബ് വരെയുള്ള ചൂട്ടയിൽ പള്ളിയുടെ പരിസരത്തുള്ള നിങ്ങൾ ചെയ്ത ഇബാദത്ത് മഗ്‌രിബ് നിസ്കാരം കഴിയുന്നതോടെ എടുത്തുകൊണ്ട് പോവാൻ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോകും. മഗ്‌രിബ് മുതൽ സുബഹി വരെയുള്ളത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പടച്ചോന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാൻ. ഇത് പറയുമ്പോൾ ചില യുക്തിവാദി ചിന്തകളുള്ളവർ പറയും, അള്ളാഹ് പിന്നെ അങ്ങനെ കണക്ക് നോക്കി ഇന്റർനെറ്റുമായിട്ട് അവിടെ ഇരിക്കല്ലേ, ഇപ്പൊ നമ്മുടെ ഇബാദത്തിന്റെ റക്അത്തിന്റെ എണ്ണം നോക്കാൻ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. തൊപ്പി മാറി, ദാടിയുടെ മോഡൽ മാറി, കുപ്പായത്തിന്റെ അളവൊക്കെ മാറി വന്നപ്പോൾ ടൈയും കെട്ടി പള്ളിയിലെ മുസ്ലിയാരെ ബുഖാരി അറിയുമോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാണിത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അത്ഭുതവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിഷ്പക്ഷമായി എന്തിനാണ് നമ്മുടെ റമദാനും നമ്മുടെ പള്ളികളും ഒക്കെ ഞങ്ങളിങ്ങനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇസ്ലാമിന്റെ തനതാര മൂല്യങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് വെറും വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന സംസ്കാരശൂന്യമായ പ്രവണത മാറ്റാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് സുബഹി മുതൽ മഗ്‌രിബ് വരെയും മഗ്‌രിബ് മുതൽ സുബഹി വരെയുമുള്ള എന്റെയും നിങ്ങളുടെയും ആരാധനകൾ പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനു മുമ്പ് 7 സ്ഥലത്ത് വെച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ഥലത്ത് പരിശോധിക്കുമ്പോഴും വിജയിക്കുമ്പോ മാത്രമാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. വിജയിച്ചില്ലെങ്കിലോ ആ ഇബാദത്തുകളെ വളരുകോ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹാ, അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു മലക്കുകളോട് പറയും. ആ ഇബാദത്ത് എനിക്ക് വേണ്ട, ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു മലക്കുകളോട് പറയും. ഒന്നാമത്തെ കവാടത്തിൽ എന്താ പരിശോധിക്കുന്നത്? സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള ഇന്നത്തെ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കവാടം കടന്ന് പടച്ചതമ്പുരാന്റെ മുമ്പിലെത്തുന്നതിന് മുമ്പുള്ള രണ്ടാമത്തെ കവാടത്തിലേക്ക് എത്തണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യർജുൽ അമലു ബിൽ ഇബാ യർജുൽ അമലു ബിൽ ഗീബാ. ഈബത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു പരിശോധിക്കും. പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് വളരിബൂ ബിഹാദൽ അമലി വജ്ഹ സാഹിബിഹ, മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. പിന്നെ രണ്ടാമത്തതിന് പരിശോധിക്കാൻ നിൽക്കൂല, അവിടെ വെച്ച് തന്നെ സ്വീകരിക്കുക, വലിച്ചെറിയുകയാണ്. രണ്ടാമത്തതിൽ പിന്നെ പരിശോധനയില്ല. ഇത് പറയുമ്പോൾ സഹോദരിമാര് ചിന്തിക്കും, അല്ലാഹുവേ 7 സ്ഥലത്തും പരിശോധിക്കണമെന്ന ചിന്തയിൽ ഞാൻ ഇരുന്നതായി. ഇപ്പൊ ഒന്നാമത്തെ തന്നെ എന്റെ കച്ചവടം ഒതുങ്ങി. നാവ് സൂക്ഷിക്കാൻ ആർക്കാണ് പറ്റുക? നമ്മൾ തന്നെ പള്ളിയിൽ വന്നിപ്പോ വാല് കേട്ടിട്ട് പോവാണ്. ഇന്ന് വാല് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോ താത്ത ചോദിക്കും മറ്റാരടുത്ത്, മച്ചോ വാല് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അതിപ്പോ വാല് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞാലും മോശമെന്ന് പറഞ്ഞാലും നമ്മളെ രീതി ഉണ്ടല്ലോ, ഒരു പരിഹാസത്തിന് ഇങ്ങനെയൊക്കെ ആക്കി നീട്ടി. ഇതെന്താണ്? വെറും അള്ളാഹുവിനെ കളിയാക്കലാണ്. ഒരാളെയും നമ്മൾ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും പാടില്ല. വൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്ം, ഗീബത്ത് പറയുന്നവരും അത് കേൾക്കുന്നവരും ഒരേപോലെ പാതകത്തിൽ കൂട്ടുകാരാണ്. ശിക്ഷ ഒരേപോലെയാണ്. അടുക്കളയുടെ ഓരത്തിൽ നിന്നുകൊണ്ട് ചെവി ഇങ്ങനെ അപ്പുറത്തെ ജമീലാത്തയുടെ വീട്ടിൽ വെച്ചിട്ട് ഇത് പറയൂലേ എത്ര സഹോദരിമാർ? ഇത് ഒളിച്ചു നിന്ന് കേൾക്കുന്നത് ഗീബത്ത് പറയുന്നത് പോലെ ബാധകമാണ്. അതിന്റെ ശിക്ഷ ഇതേപോലെ കേൾക്കുന്നയാളിനും കിട്ടും, കേൾക്കുന്നയാളിനും കിട്ടും. ഒരു കാരണവശാലും അത് കുറയൂല. രണ്ടുപേർക്കും ഒരേ തെറ്റാണ്. ഗീബത്ത് പറയുന്നത് കേൾക്കാൻ രസമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവര് തന്നെ വൈകുന്നേരം പറയണ പോയാ റോഡിലോട്ടൊന്നും ഇറങ്ങണേ, കാര്യങ്ങൾ പറയാനുണ്ട് എന്നു പറഞ്ഞാൽ അവന്റെ കയ്യിലിരിക്കുന്നത് കേൾക്കാൻ വലിയ സുഖമാണ്. അവനൊരു 10 വർത്തമാനം പറയുന്നത്, പ്രത്യേകിച്ച് പള്ളിയിലെ ഇമാമിനെ കുറിച്ചാണെങ്കിൽ അൽഹംദുലില്ലാഹ് മുസ്ലിയാരങ്ങോട്ടേക്ക് വലിച്ചു കയറി നമ്മളങ്ങ് തിന്നു. ഇന്ന് ആർക്കും പോത്തും വേണ്ട, മട്ടനും വേണ്ട, ഒന്നും വേണ്ട. മുസ്ലിയാരാകുമ്പോൾ ഇച്ചിരി വയറൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ വെട്ടി തിന്നുകൊണ്ടിരിക്കുക. മട്ടനൊന്നും ദഹിക്കൂല. നമ്മൾ ആലോചിക്കൂ, ആഭാസത്തരത്തിന്റെ ഭാഷണങ്ങളുമായി ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നീ ചെയ്തു പോണ ആരാധനയുടെ ഒരു മൂല്യങ്ങളും നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ മുന്നിൽ വാങ്ങാമെന്ന് കരുതണ്ട, കിട്ടുമെന്ന് പ്രതീക്ഷ കണ്ട. സ്വർഗലോകത്തിലേക്കെത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, ഖബറിന്റെ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുമ്പോഴും, അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് മുത്താഹി നബിതങ്ങൾ പറയുന്നത് ഇഹ്ഫദിൽ ലിസാ, നാവിനെ സൂക്ഷിച്ചോ. ഒരിക്കലും നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരായുധമാണ്, ഒരിക്കലും നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരായുധമാണ് നമ്മുടെ നാവ്. കിടക്കൂല, മര്യാദയ്ക്ക് കിടക്കൂല.
ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അലപ്പും ബഹളവും. അള്ളാന്റെ ഹബീബ് പറയുന്നു, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ല ഫഇന്ന കസറത്തൽ കലാമി തൂജദു കസ്വത്തൽ ഖൽബ്. അല്ലാഹുവിന്റെ കലാമല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല. ഫഇന്ന കസറത്തൽ കലാമി തൂജദു കസ്വത്തൽ ഖൽബ്. അങ്ങനെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കസ്വത്തൽ ഖൽബ്, ഹൃദയം കാഠിന്യമായി പോകുമെന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിപത്ത് പറയുന്നവരുടെ ആരാധന അള്ളാഹുവിന്റെ മുമ്പിലെത്തുകയില്ല. മുത്തായ നബിതങ്ങൾ പറയുന്നു, ഇന്നക്കും ലാ തസഊനന്നാസ ബിഅംവാലിക്കും. പ്രവാചകർ പറയുന്ന കാരുണ്യത്തിന്റെ ദീപം നമുക്ക് പറഞ്ഞു തരുന്ന, പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ വിതറിത്തരുന്ന ആ പൊന്നാര നബിതങ്ങൾ പറയാ, ഇന്നക്കും ലാ തസഊനന്നാസ ബിഅംവാലിക്കും. ജനങ്ങൾക്കെല്ലാം പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. എല്ലാ ജനങ്ങൾക്കും പൈസ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. 100 ഇരിക്കട്ടെ, 500 ഇരിക്കട്ടെ, 50 ഇരിക്കട്ടെ, 1000 ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ജനങ്ങൾക്കും കാശ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വലക്കും നിങ്ങൾക്ക് സാധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ഒരു ചിരി പാർട്ടി. ആരൊക്കെ ഉണ്ടായി അസ്സലാമു അലൈക്കും സലാം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് സലാമിനൊക്കെ ഇന്ന് യുദ്ധമാണ്. സലാമിനൊക്കെ ഇന്ന് സംഘടനാ നേതാവ് വിളിച്ച് പറഞ്ഞെങ്കിൽ അങ്ങോട്ട് പറയുള്ളൂ, എന്നാലും കുഴപ്പമില്ല, ചിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ചിരി, ഈ ഒരു ചിരി, ഇത് വിശ്വാസിക്കുള്ളതാ. മുത്തുനബി പറഞ്ഞ തബസ്സുമു സ്വതക്ക, പുഞ്ചിരിക്കു സ്വതക്കയുടെ കൂലി എന്ന് പറഞ്ഞ ചൂട്ടയിൽ പള്ളിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ രസീതുമായിട്ട് നിങ്ങളെ വീട്ടിൽ വരുമ്പോ താത്തച്ചി ആ ഉസ്താദ് അങ്ങനെയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ഹീന്ന് പറഞ്ഞ് 10 രൂപയുടെ ചിരി കൊടുത്താൽ പോരാ, 100 രൂപയ്ക്ക് ഹാന്ന് ചിരിച്ചാലും പോരാ. ആ ചിരിയല്ല. പുഞ്ചിരിക്ക് സുരക്കയുടെ കൂലി എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. നമ്മളിന്ന് ഉമ്മയെ കണ്ടാ ചിരിക്കൂല. കാരണം എന്താ? ഉമ്മ കിടപ്പായി പോയി, മോന് നടപ്പായി പോയി. വാപ്പായെ കണ്ടാ ചിരിക്കൂല. കാരണം വാപ്പ ശ്വാസം മുട്ടും ഒരേ ആട്ട് എല്ലൊക്കെ എഴുന്നേറ്റ് നിന്നാണ് വാപ്പ ചുമക്കുന്നത്. അപ്പോ മക്കൾ നെഞ്ചും പിരിച്ചു നടക്കുന്ന മക്കൾക്ക് വാപ്പ അലർജിയാണ്. പട്ടിണിപ്പാവങ്ങളാണ് കൂടപ്പുറപ്പുകളും അലർജിയാണ്. അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മനസ്സ് കാണിക്കാത്ത കാലഘട്ടമല്ലേ ഈ കാലഘട്ടത്തിൽ. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതിന് സ്വതക്കയുടെ കൂലി അല്ലാഹു തരുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും 500, 1000 രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതെന്താ? മുഖപ്രസന്നതയോടുകൂടി അവരുമായി ഇടപെടാൻ കഴിയുന്നുണ്ട്. ഹുസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവത്തോടെ അവരുമായി സംഗമിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. അതെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ ഹബീബാണ് ചോദിച്ചത്. അതുകൊണ്ട് കല്യാണം മുടക്കികൾ ഉണ്ടാകുമല്ലോ നമ്മുടെ നാട്ടിൽ. മരണ വീട്ടിൽ പോലും പ്രശ്നങ്ങൾക്ക് തിരിതെളിക്കുന്ന സംഭാഷണവുമായിട്ട് മയ്യത്തിന്റെ അടുത്ത് പോയി ഇന്നുകൊണ്ട് കള്ളക്കണ്ണീരൊടുക്കുന്നവരുണ്ടാകുമല്ലോ. വിദേശ രാജ്യത്തെ കാട്ടറബിയുടെ ആട്ടം തൂക്കും കേട്ടുകൊണ്ട് പെടാപാടുപെടുന്ന പടിയെടുക്കുന്ന നിന്റെ കൂട്ടുകാരനോട് അവന്റെ ഭാര്യയെക്കുറിച്ച് അസഭ്യവർഷങ്ങൾ മൊബൈലിലൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കുടുംബകലഹമുണ്ടാക്കുന്ന എത്രയോ പേരുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ നിന്റെ നിസ്സാരത്തരം അല്ലാഹുവിന്റെ മുമ്പിലെത്തൂല്ല. അതിന് നരകത്തിന്റെ കനൽക്കട്ട കൊണ്ടിടിച്ച അടയാളമായിരിക്കും അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ നിന്റെ മുഖത്ത് തെളിയുന്നത്. നിന്റെ ആരാധനയും നിന്റെ വരതയും നിന്റെ മസ്തയും, അത് ഓർലീനായിരുന്നാലും പറവിനായിരുന്നാലും യാമിയായിരുന്നാലും അല്ലാഹുവിന്റെ മുമ്പിൽ എത്തണമെങ്കിലും മോളെ നാവ് സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ചില ആൾക്കാർ പള്ളി വരും, 5 മണിക്ക് പള്ളി വന്നാൽ പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞേ പോകും. അതുവരെ പള്ളിയിലാണ്. മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നിന്ന് സംസാരിക്കാൻ ചൂട്ടപ്പള്ളിയിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് വിശാലമാണ്. 1000കണക്കിന് ജനങ്ങൾ വന്ന് നിന്നാൽ നിസ്കരിക്കാൻ ഒരുപാട് ഇടം. പക്ഷെ മുസ്ലിയാർക്ക് കിടക്കാൻ മാത്രം സ്ഥലമില്ല. പാവപ്പെട്ട ഉസ്താദന്മാര്, അല്ലാഹു തആല അവർക്കൊക്കെ ഇതിന് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിച്ചു മാറാകട്ടെ. വല്ലാത്ത കഷ്ടപ്പാടാട്ടോ, കണ്ട് പറയാതിരിക്കാൻ പറ്റും. ഈ സീഡിയെങ്കിലും പിടിച്ചുകൊണ്ടുപോയി 10 രൂപ കണ്ടി ലുരുവിനെ പോലെ ആരെങ്കിലും 10 രൂപ കൊടുത്ത് എവിടെയെങ്കിലും ഒരു വാടം കെട്ടി കൊടുത്ത പാവപ്പെട്ട ഉസ്താദന്മാര് പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു. എന്ത് ചെയ്യാൻ? ഒരു വിലയുമില്ല ആലിമീങ്ങൾക്ക്. മുതലിയാരെന്നാ പറയാം. എന്തർത്ഥമാണ്? അല്ലാഹു ഈ സമുദായത്തെ അവസാനം വരുന്ന വിഭാഗങ്ങൾ പണവും പദവിയും പ്രതാപവും ഉണ്ടാകുമ്പോ ഈ സമുദായത്തിന്റെ ആദ്യം വന്ന പണ്ഡിതന്മാര് അധിക്ഷേപിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത സകലമായ കുഴപ്പങ്ങളും ഉണ്ടാവാൻ കാരണമാണ് എന്ന് മുത്തുനബി പറഞ്ഞ ഒരു കാരണമാണ്.
കൊതുകുപനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, പുലിപ്പനി, കടുവപ്പനി എന്നും പറഞ്ഞ് താത്തമാരും കാക്കമാരും ഇഞ്ചക്ഷൻ എടുക്കാൻ ഓടുന്നില്ലേ? 40 വയസ്സുള്ള ഒരു പെണ്ണ് മെനിഞ്ഞാന്ന് വെമ്പായത്ത് മരണപ്പെട്ടു. ഒരു കുഴപ്പമുണ്ടായില്ല, പനി മാറ്റി. പെട്ടെന്നൊരു പനി വന്നു, പെട്ടെന്നൊരു മരണം. പഴയകാലത്തില്ലാത്തതെല്ലാം വരുന്നതെന്താ? നമ്മളാകാത്തത് കൊണ്ട്. നമുക്കിന്ന് ആരെയും വേണ്ടല്ലോ. കുറച്ച് പണമുണ്ടാക്കി വന്നപ്പോൾ, കുറച്ച് പണം കയ്യിൽ വന്നപ്പോൾ ഇസ്ലാമിന്റെ പലതാര ആദർശത്തെ പുറംകാടുകൊണ്ട് വലിച്ചെറിഞ്ഞ് വീടിന്റെ ഒരു മൂലക്കിരുന്നുകൊണ്ട് മലയാളം സാഹിത്യത്തിനകത്ത് ഒരു ശരിക്കും ഇസ്ലാമിനെ കണക്കാക്കുക പഠിക്കാൻ പരച്ചമ്പായുള്ള മുസ്ലിങ്ങളായത് പഠിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, കൂട്ടയിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് സ്ഥലം നമുക്ക് അറിഞ്ഞു തന്നിരിക്കാൻ. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ മാരിനിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ വീടിയും കത്തിച്ച് വന്നുകൊണ്ടിരിക്കും. പറയണേ സിനിമയുടെ പ്രസവം സുഖം. ഇതൊക്കെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ചർച്ച ചെയ്യും. 100 കണക്കിന് അനാവശ്യത്തിന്റെ തീരണിച്ചിട്ട് വീടി ഇങ്ങനെ പുകച്ചു വിട്ടിട്ട് പുക അകത്തേക്ക് ഊതി വിട്ടു കൊടുക്കും. അകത്തിരുന്ന് സവാറക്കല്ലതി പോകാൻ മുസ്ലിയാരെ കൊതു കടിക്കാതിരിക്കാൻ വേണ്ടി പാവപ്പെട്ടവർ. നമ്മളെല്ലാം ഇത് ഞാൻ പറയുന്നത് ആരെയെങ്കിലും പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു സംഭവമല്ലേ, ആലോചിച്ച് നോക്ക്. ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു കാര്യമില്ല. ഒരു ഉപ്പാപ്പാടെ ഫസാദ് കാരണം ഗതികെട്ടുകൊണ്ട് ചെറുമോൻ പറഞ്ഞ്, പാപ്പ വന്ന് പറഞ്ഞു, മോനെ എനിക്ക് പല്ലുവേദനയാണ്, ഒരു മരുന്ന് വരും. ചെറുമോൻ പറഞ്ഞ് ഇച്ചിരി പെട്രോൾ മുക്കി പല്ലിന്റെ ഈ അകത്തോട്ട് വെച്ചു കൊടുത്താൽ വേദന അങ്ങ് മാറുന്നു. പാപ്പ പോയി ബൈക്കിൽ നിന്നിട്ട് പിന്നെ പെട്രോൾ ഊറ്റിയെടുത്തോണ്ട് വന്നു പല്ലിനകത്ത്. പാപ്പ അങ്ങോട്ട് വിപ്പിയും ചൊല്ലി വീട് കത്തിച്ച് ദാ കിടക്കുന്ന ദാടിയും വീശയും കൂടെ ഒരുമിച്ച് അങ്ങ് കത്തി. മോൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഇനി എനിക്ക് ഇച്ചിരി നോവം പങ്കുകളിൽ ഈവത്ത് പറയലൊന്നും നിർത്തുമല്ലോ, അത് മതി, സമാധാനം. വെട്ടൂട് വാക്കിയാത്ത ഒഴിച്ചു കൊടുത്താൽ പോരാ, മൊത്തം ഒഴിച്ച് കത്തിക്കണമെന്നാ പറയാം. എന്തൊക്കെയാണ് പറയണമെന്നറിയൂ, ശ്രദ്ധിക്കൂല. ഈ നാവ് കാരണമായിട്ട് നരകത്തിൽ പോകുന്ന ജനങ്ങൾ അധികമാ. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചോ. സുന്ദരമായ റമളാന് പടിവാതിലിൽ വന്നു നിൽക്കുമ്പോൾ കോട്ടയിൽ പള്ളിയുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അല്ലാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്നത് വെറും പട്ടിണിയായി മാറാൻ പാടില്ല. പള്ളിയിൽ വന്നാലും വന്നില്ലെങ്കിലും, കടയിലാണെങ്കിലും കമ്പോളത്തിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ മറ്റൊരാളുടെ മനസ്സിനെ വ്രണമേൽപ്പിക്കല്ലേ, മറ്റൊരാളെ നമ്പരപ്പെടുത്തല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ ആരാധനകളെത്തില്ല. ഒരൊറ്റ ദിവസത്തെ ഇബാദത്ത് ഇന്ന് സുബഹി മുതൽ മഗ്‌രിബ് വരെ ചെയ്തത് അല്ലാഹുവിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ഇന്ന് പകല് ഞാനും നിങ്ങളും ഈവത്ത് പറഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പറഞ്ഞിട്ടുണ്ടോ പടച്ചോനെ? ചില സഹോദരിമാർ പറയും കുടുംബശ്രീ ഇല്ലാതിരുന്നു അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല. ചില സഹോദരങ്ങൾ പറയും അല്ലാഹുവേ ഇന്നലെ അവന്റെ മുമ്പ് പോയിരുന്ന് ആകെ മൊത്തം ഈവത്തും പ്രസാദ് വരണം, ആകെ കുളമായി, വൈകുന്നേരം വരെ ഒരു പരുവത്തിന് കൊണ്ടു നടന്ന് നമ്മൾ പലരും ചിന്തിക്കും. നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ കഴിയേണ്ട ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ ആര് വരും? പകൽ സമയത്തൊന്ന് പോയി നോക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഈ ചൂട്ടയിൽ പള്ളിയുടെ ഖബർസ്ഥാനിൽ പകൽ സമയത്തൊന്ന് പോയി നോക്കാൻ നമുക്ക് കഴിവുണ്ടോ? അത്രയ്ക്ക് ഭയപ്പെടുകയില്ലേ? അവിടേക്ക് നമ്മൾ എന്തും കൊണ്ടാണ് പോകുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈവത്ത് പറയുമ്പോഴും ഫസാദ് പറയുമ്പോഴും ഒരു രസവും സുഖവും നമുക്ക് തോന്നും. മറ്റുള്ളവർ കൈയടിക്കും. എന്റെ തമാശ കേട്ടുകൊണ്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിക്കുമ്പോ നിന്റെ ആരാധനകളെ അല്ലാഹുവിന്റെ മുന്നിൽ വായിക്കപ്പെടുകയാ. അത് ചെയ്ത മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരോട് പറയുമെങ്കിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ ആരെ ഈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചാലും പിശാച് അനുവദിക്കൂല. കാരണം ഒന്നാം ആകാശത്തെ കവാടത്തിൽ തന്നെ അവൻ പൊളിയണം എന്ന് പിശാചിന് നിർബന്ധമാണ്. ഇനി ഏതെങ്കിലും സഹോദരിമാരെങ്ങനെ തീരുമാനമെടുത്തേ, സാറേ റമളാനിന് മുമ്പ് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നാളത്തെ പകൽ ഞാൻ ഈവത്ത് പറയില്ല, നാളത്തെ പകൽ ഞാൻ ഈവത്ത് പറയില്ല തീരുമാനിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അള്ളാഹുവെ കാത്തിരക്ഷിക്കണേ എന്ന് പറഞ്ഞ് സുബഹി നിസ്കരിച്ച് ദുആയൊക്കെയായിരുന്നു. അള്ളാഹിനോട് കരഞ്ഞു പറഞ്ഞ് എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കല്ലേ പടച്ചു. ആ സമയത്ത് പിശാചിന് വലിയ ദുഃഖമാണ്. അള്ളാഹുവെ ആ സൈനവ നന്നായി, അല്ലെങ്കിൽ നബീസ നന്നായി, ഇനി അവളെ കൊണ്ട് ഈവത്ത് പറയിപ്പിച്ച് നാട്ടിൽ വിത്തന ഉണ്ടാക്കാൻ പറ്റൂലേ പടച്ചോനെ എന്നുള്ള ഒരു ദുഃഖം പിശാചിനുണ്ടാകും. പിശാച് ഇങ്ങനെ ശ്രമം നടത്തും. താത്ത വിട്ടുകൊടുക്കുന്ന പരിപാടി. അടുക്കളയ്ക്കകത്ത് കയറി രാവിലെ 7 മണിയാവുന്നതിന് മുമ്പ് തന്നെ പുട്ട് പയർ പപ്പടമൊക്കെ റെഡിയായി. ഭർത്താവ് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അള്ളാഹുവെ എന്റെ സാരി കൊണ്ട് പറ്റിയോ, ഇന്നലെ വരെ 10 മണി വരെ കൂർക്കം വലിച്ചാണെന്ന് ഉറങ്ങണ പെണ്ണുമ്പുള്ളിയാണ്. ആ സുബഹി നിസ്കരിച്ചുകൊണ്ട് അടുക്കളയിൽ കിടന്നുള്ള പരിപാടികളാണ്. അല്ലാഹു അക്ബർ. ഉടനെ മക്കളെയൊക്കെ വിളിച്ചോണത്തിട്ട് പറയും, പള്ളിയിലെ മുസ്ലിയാരിറ്റി വിളിച്ചോണ്ട് വരാൻ പറ്റുമോ മക്കളെ? പെണ്ണിന്റെ ഉമ്മക്ക് എന്തോ കൂടിയിരിക്കാണ്, വാറ കൂടിയിരിക്കാണ്. ഉമ്മ വല്ലാത്ത കോലത്തിലാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. മാതാവെല്ലാം അടുക്കളയിലെ ജോലികളൊക്കെ ഒതുക്കി
രാവിലെ തന്നെ മീൻ വന്നു നിന്ന് അള്ളാഹുവിന്റെ അരികിലെ കൊണ്ട് സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് മീൻകാർ വന്ന് വിളിച്ചുണക്കി. അതുകൊണ്ട് ഇടക്കാലം എന്തായാലും മുടങ്ങില്ല. അപ്പോ മീൻ രാവിലെ തന്നെ വന്നു. മാതാവ് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തീരുമാനിച്ചു, ഇന്നിനി ഒരു പരിപാടിയില്ല, ഈപത്തും വസാദും പറയാതിരിക്കാൻ വേണ്ടി നാവിനെ സൂക്ഷിക്കുന്ന കളരിയിലാണ്. അവസാനമാ മാതാവ് തീരുമാനിച്ചു, ഉച്ചവരെ ഒന്ന് സന്തോഷത്തോടെ കുറച്ച് ഖുർആനോട് ദിക്റും ചൊല്ലി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ടോ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും ഉറക്കമാണ് നല്ലത്. ഉണർന്നിരുന്നാൽ ഭർത്താവിനോടും മക്കളോടും സംസാരിക്കുമ്പോ അയൽവാസികളെ കുറിച്ച് പലപ്പോഴും എനിക്ക് പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ടൊന്നും പറയണ്ട എന്ന് കരുതിയിട്ട് കിടന്നിറങ്ങുമ്പോ വീടിന്റെ ഫോൺ ശബ്ദിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ പോയി എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴാണ് അപ്പുറത്തെ നബീസുമാണ് വിളിച്ചിരിക്കുന്നത്. എന്താ വിഷയം? കുടുംബശ്രീക്ക് വരണം, 2:30 മണിക്കാണ് മീറ്റിംഗ്. താത്ത പറഞ്ഞ അള്ളാഹുവോട് പോയാൽ തീരും. ഇന്നത്തത് മാത്രമല്ല, എല്ലാ ദിവസത്തെ ഇബാദിന്റെ കച്ചവടം അതോടുകൂടി ഒതുങ്ങി, പോയാൽ തീർന്നു. അങ്ങനെ തീരുമാനിച്ചു, ഞാൻ കുടുംബശ്രീക്ക് പോവില്ല. രണ്ടാമത് വീണ്ടും ഫോൺ വന്നപ്പോ പറഞ്ഞു, ഞാനൊന്ന് സംസാരിക്കൂല, വന്നിരുന്നോളാം, വന്നിരുന്ന് കാര്യങ്ങളൊക്കെ കേട്ടോളാം, ഞാനൊന്നും സംസാരിക്കൂല. തീരുമാനിച്ചിരിക്കുകയാണ് ഈപത്ത് പറയാതിരിക്കാൻ. അങ്ങനെ പോയിരുന്നു, ഒന്നും സംസാരിക്കില്ല. ചില സഹോദരിമാര് പറഞ്ഞു, നോക്കടി സൂഫി വന്നിരിക്കുന്നു, സ്വർഗത്തിൽ പോയാൻ വേണ്ടി ചാച്ചയുടെ പരിശ്രമം. എന്നിട്ട് ചില സഹോദരിമാർ അവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ചൂട്ടേപ്പള്ളിയുടെ പരിസരത്തുള്ള നീ സ്വർഗത്തിലാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുതിരത്താത്തമാരെ സ്വർഗത്തിലാണ്, ഒരു കുഴപ്പമില്ല. കാരണം അത്രത്തോളം വൃത്തിഹീനമായി നടന്ന പെണ്ണ് നന്നാവാൻ പോയപ്പോ നമ്മൾ കൊടുക്കുന്ന പണിയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ കൊടുക്കുമല്ലോ, ആരെങ്കിലും പള്ളിയിൽ വരുമ്പോൾ വിളിച്ചിരുന്നാ കഞ്ഞി കുടിക്കാൻ വരുന്നു, ഉണ്ണിയപ്പം തിന്നാൻ വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് പറഞ്ഞ് അവന് വിഷമം തോന്നി തിരിച്ചു പോരാൽ നിന്റെ തറാവിന്റെ കാര്യം പോക്കാം, അവൻ്റെ പടക്കം നേരത്തെ കൊടുത്തോളൂ, നിന്റെ ഉള്ളതും പോക്കാം. നമ്മളായിട്ട് എന്തിനത് ഉണ്ടാക്കാൻ പോകണം? അങ്ങനെ ഈ സഹോദരി ഫസാദും എന്ന ഈപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴും പിശാചിന്റെ മനസ്സ് പറയുകയാ, ഈ പെണ്ണിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഈ പെണ്ണിന്റെ ഇന്നത്തെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഈ പെണ്ണിന്ന് ചെയ്ത ഖുർആൻ അല്ലാഹു സ്വീകരിക്കുമല്ലോ, ഇന്ന് ചെയ്ത സ്വതക്ക പറക്കരമ്പരാ സ്വീകരിക്കുമല്ലോ. നൊമ്പരത്തോടെ വേദനയോടെ പിശാച് വീണ്ടും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മഅരിബിന് ബാങ്ക് വിളങ്ങാൻ സമയമായി. മഅരിബിന്റെ സമയമായി. ആ സമയത്ത് സഹോദരി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, പടച്ചവനെ മഅരിബിന്റെ സമയമാകുന്നത് വരെ നാവിനെ സൂക്ഷിച്ചതുകൊണ്ട് അല്ലാ എന്റെ ആരാധനകൾ ഇന്നത്തെ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞു കൊതിയോടെ കാത്തിരിക്കുമ്പോ അതാ പള്ളിയിൽ നിന്ന് മഅരിബിന്റെ ബാങ്ക് കേൾക്കുന്നു. 10-30 വർഷമായിട്ട് ചൂട്ടേന്ന് കേട്ട ബാങ്കല്ല അന്ന് കേട്ടത്. അന്ന് ചൂട്ടയില അമ്മാജി സാഹിബിനടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്കി, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. എവിടെന്നാ? ബാംഗ്ലൂരിൽ നിന്നാ, മലേഷ്യ എന്നാ ഇറങ്ങി വന്ന ഒരു സാധനം, ഒരു ബാങ്ക് ഇങ്ങോട്ട് കാട്ടി. എന്തൊരു ബാങ്കാണ്! ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കും, കോഴി അറുത്തുകൊണ്ട് നിൽക്കുന്നവർ അങ്ങനെ ബാങ്ക് കേട്ട് ആകെ സ്തംഭിച്ചു. ആ ബാങ്ക് വളരെ മനോഹരമാണ്, നല്ല ഈണവും നല്ല രാഗവും നല്ല സ്വരവും. ഇത് കേട്ടപ്പോ താത്ത പറയാണ്, അല്ലാഹു എത്ര നല്ല ബാങ്ക്! ഇന്നലെ വരെ നമ്മളെ വഴിയിൽ എന്തിരിക്കണം, അങ്ങനെ ഇത്രയും നേരം ചോദിച്ചത് എന്തേരായിപ്പോയി? 6:35 വരെയോ 45 വരെയോ നാവുകൊണ്ട് ഫസാദ് പറയാതെ കാത്തു സൂക്ഷിച്ച പെണ്ണേ, അവസാനം അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പടച്ചതമ്പുരാന്റെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ കുറിച്ച് തന്നെ ഫസാദ് പറഞ്ഞുകൊണ്ട് ആ ഒരു പകലിന്റെ ആരാധന മുഴുവനും നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇത് പിശാചിന്റെ ശ്രമമാണ് പെങ്ങളെ. അതുകൊണ്ട് ഈബത്തുകളും അതുപോലെ ഫസാദുകളും പറയരുത്. ഒരു സഹോദരി വനിതാ ക്ലാസ്സിൽ ചോദിച്ചതാണ്, ഗ്ലോറിയെ കുറിച്ച് ഫസാദ് പറയുന്നത് കൊണ്ട് അള്ളാന്റെ മുമ്പിൽ തെറ്റുണ്ടോ? സീരിയലല്ലേ? ചില സഹോദരിമാരിപ്പോ പറയാറുണ്ടോ, പാവോടി മാനസപുത്രി തീർന്നത് മുസ്ലിയാരെ അറിഞ്ഞില്ല, അണിയൊക്കെ ചെയ്തു. പുതിയ ഹരിചന്ദനം തുടങ്ങിയത് ദൂരാന്ന് പറഞ്ഞ് ഓടിയതൊക്കെ അറിഞ്ഞൂടെ? അപ്പോ സീരിയലുള്ള നടികളെ കുറിച്ച് ഫസാദ് പറഞ്ഞാൽ അള്ളാന്റെ മുന്നിൽ തെറ്റ് കിട്ടുമോ എന്നാണ് സംശയം. ആലോചിക്കണം, എവിടം വരെ എത്തി നമ്മുടെ ഈമാന്റെ പവർ. അതാണ് നമ്മുടെ സഹോദരങ്ങൾ ആലോചിക്കുന്നത്. ഒരു ഇബാദത്ത് പോലും അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിയില്ലാരെങ്കിൽ എങ്ങനെ പരലോകത്തിന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കും? എങ്ങനെ ഖബറിന്റെ അകത്ത് നിൽക്കുമെന്ന കണ്ണങ്കോട് പള്ളിക്കകത്ത് 5 ഖബറുകളാണ്, പള്ളിയുടെ പരിസരത്ത് 5 ഖബറുകളാണ് കുഴിച്ചത്. ഇന്ന് 7:20 5 മയ്യത്തുകളാണ് ഒരു പള്ളിയുടെ ഖബർസ്ഥാനിൽ 5 ഖബറിലേക്ക് ഇറക്കി വെച്ചത്. ആലോചിക്കണം, നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവർ, ഇന്നലെ വൈകിട്ട് ചാര കുടിച്ചവർ, ചാരയത്തിനടുത്ത് പെരുന്തവനെന്ന് പറയുന്ന സ്ഥലത്ത് മാറി തകർന്ന പരിസരമാണ് ഇടയിൽ നിന്നെന്റെ പ്രിയമുള്ളവര് മണിക്കൂറിയെടുത്ത ശരീരമില്ലേ?
രക്തക്കട്ടകൾ, മാംസപിണ്ഡങ്ങൾ അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നാളെയാകട്ടെ, സമയമാകട്ടെ, റമദാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കണ്ട. നാളിഞ്ഞു പോകുന്നു, നാളെയാകട്ടെ, നാളേക്കു നാളെ നീളം വിട്ടാട്ടെ. മോയിൻകുട്ടി വൈദ്യര് പറയാ, നാളിന്ന് പോകുന്നു, നാളെയാകട്ടെ, നാളേക്ക് നാളെ നീ നീളം വിട്ടാട്ടെ. നാളെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ ബാക്കിയുള്ളവർ പിന്നെ ചെയ്യേണ്ടി വരും. കുളിപ്പിച്ച് പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി അടക്കം വന്ന് നിരാശയോടെ ഖബറിന്റെ അകത്തേക്ക് പോകാൻ വീട്ടിന്റെ അകത്ത്